ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കൂരി. കൂരി എന്ന് കേട്ടിട്ടുണ്ടോ? കാരി, കൂരി, വരാൽ എന്നൊക്കെ പറയത്തില്ലേ? അതിൽപ്പെട്ടതാണ് കൂരി. ഇതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ചെറിയ കൊമ്പുകളുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് പരിചയപ്പെടാം. ഇതാദ്യം വെട്ടിക്കഴുകുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. അതിനാണ് ഈ വീഡിയോ ആദ്യം മുതലേ കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് ഈ സാധനങ്ങളൊന്നും വെട്ടിക്കഴുകാൻ അറിയത്തില്ലല്ലോ, എങ്ങനെയാണ് വെട്ടുന്നത്, എങ്ങനെ മുറിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഈ ഭാഗം കണ്ടോ? ഇത് ഒരു ചെറിയ മുള്ളാണ്, ഇതുകൊണ്ട് കുത്തുന്നതാണ്. അത് നമ്മൾ മുറിച്ചളയും. ബലമുണ്ട് കേട്ടോ. അതുപോലെ നടുക്ക് ഒരു വലിയ നല്ല ബലമുള്ള മുള്ളാണ് നടുക്കുള്ളത്. കണ്ടോ? ഇത് നല്ല ഒടിച്ച് തന്നെ കളയണം. സൈഡിലും ഒരു ചെറിയ മുള്ളുണ്ട്, അതുകൊണ്ട് കുത്തുന്നതാണ്. അതും നമ്മൾ ഒടിച്ച് കളഞ്ഞു. അങ്ങനെ 3 മുള്ള് നമ്മൾ എടുത്ത് കളഞ്ഞു. ഇതിന് സോഫ്റ്റാണ്, ഇപ്പോൾ മുറിച്ചത് സോഫ്റ്റാണ്. വാലിൻ്റെ ഭാഗത്തുള്ളതും സോഫ്റ്റാണ്. പിന്നെ അതിന് മേലോട്ട് കയറിയിട്ട് 2 ഉണ്ട്, അതും സോഫ്റ്റാണ്. അങ്ങനെ ഇത്രയും ചെറിയ മുള്ളു പോലെ സാധനങ്ങളെല്ലാം ചെത്തിക്കളഞ്ഞു. ഇത് ചുണ്ട്, സുണ്ട് എന്ന് പറയും. അപ്പം അതുണ്ട് ചുണ്ട് നമുക്കങ്ങോട്ട് ചെത്തിക്കളയാം. പിന്നെ ഇത് കണ്ടോ? ഇത് ചെകിള ഭാഗം എന്ന് പറയും. ഇത് നന്നായിട്ട് ചെത്തിക്കളയും. ഇപ്പോൾ അമ്മയ്ക്കത് ആരോഗ്യത്തോട് ചെത്താൻ പറ്റുന്നില്ല. കത്രിക നിന്നിട്ട് ഞാൻ അടുത്തൊരെണ്ണം ചെത്തി കാണിച്ചു തരാം. ഇതിപ്പോൾ അമ്മയെ ചെത്തുന്നത്. അപ്പോൾ അത് നന്നായിട്ടത് കട്ട് ചെയ്ത് ഒരു ഷേപ്പാക്കി കഴിഞ്ഞാൽ ചെകിളപ്പൂ കാണത്തക്ക രീതി നമുക്ക് മുറിച്ച് വയ്ക്കാൻ പറ്റും. ചെകിളപ്പൂ ഇതിനകത്താണ്. പറയത്തില്ലേ, ചെകിള പൊക്കി നോക്കുമ്പോൾ പൂ കാണാം. പൂവിൻ്റെ നിറം നോക്കി മീൻ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയാവുന്ന പോലത്തല്ലേ. അപ്പോൾ ഇത് കുറച്ച് ഇപ്പോൾ അമ്മ ആയതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് ബാക്കി ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരു വെട്ടൽ. ഇനി ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നല്ല കല്ലിലൊരച്ച് വൃത്തിയാക്കും തോറും വൃത്തിയാകും, നല്ല ക്ലീനാകും ഈ സാധനം. അതിൻ്റെ ഉളുമ്പ് മുഴുവനും പോകണം. ഉളുമ്പ് ഇതിപ്പോൾ ഞങ്ങൾ അലക്കലില്ലേ, നമ്മൾ പുറത്തുള്ള അലക്കലാണ് നമ്മൾ അതിനോട്ട് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം അമ്മ തന്നെ ഉരച്ച് കാണിക്കട്ടെ. അപ്പോൾ നല്ല വൃത്തിയുള്ള കല്ലിലേക്ക് ഇങ്ങനെ പിടിച്ച് നമ്മൾ ഉരച്ച് കൊടുക്കുക. കണ്ടോ? കല്ലിൽ ഉരച്ച് അതിൻ്റെ ഉളുമ്പ് ഒഴുകിപ്പോണം കാണാൻ പറ്റും. ഒരു വെളുത്ത പാൽ നിറത്തിൽ ഒഴുകിപ്പോണമുണ്ടോ? അതാണ് എൻ്റെ ഉളുമ്പെന്ന് പറയുന്നത്. അപ്പോൾ കൂരി, കാരി, കരിമീനൊക്കെ ഇതുപോലെ ഞങ്ങൾ തേച്ചെടുക്കും എന്ന് പറയും. കല്ലിൽ തേച്ചെടുക്കണം എന്ന് പറയും. എന്നാൽ ഉളുമ്പ് പോയി കഴിഞ്ഞാൽ കറുത്ത കൂരിയും ഉരച്ച് വെളുപ്പിച്ചെടുക്കണം എന്ന് പറയും. അത് ഉരച്ച് എടുക്കുന്ന പോലെയാണ് കറിക്ക് രുചി. തലയൊക്കെ ഉരയ്ക്കുമ്പോൾ വെച്ച് കേട്ടോ കറകറാന്നുള്ളത്. എല്ലാ ഭാഗവും അങ്ങനെ സൈഡ് വൈസ് സൈഡായിട്ട്, അടിഭാഗമായിട്ട്, മുകൾ ഭാഗമായിട്ട്, വാലിൻ്റെ അറ്റം, അതൊക്കെ നമ്മളിതുപോലെ ഉരച്ച് അതിൻ്റെ കളറെല്ലാം പോയി എന്ന് പറഞ്ഞാൽ മീനിനൊരു കുഴപ്പമുണ്ടതില്ല. മീൻ ഉടയുന്നില്ല, മീൻ ചീത്തയാവുന്നില്ല, ഒന്നുമില്ല. മീനിൻ്റെ പുറം ഭാഗത്തുള്ള ഉളുമ്പ് അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചില സ്ഥലത്ത് ഇത് ചാരം മുക്കിയിട്ട് ഉരയ്ക്കും, ചിലത് കുമ്മായം മുക്കിയിട്ട് ഉരയ്ക്കും, ചില ഇഷ്ടിക ഉരച്ചിട്ട് ഇതിങ്ങനെ ഉരയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉളുപ്പ് കിട്ടുന്നു പോകാനായിട്ട്. പിന്നെ പുളിവെള്ളത്തിൽ, വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കാം. പക്ഷെ അത് മീനിൻ്റെ രുചി പോകും. നല്ല മീനിൻ്റെ രുചിയൊക്കെ പോയിട്ട് ഒരു കെട്ട രുചിയാകും. വിനാഗിരി വെള്ളത്തിലോ പുളിവെള്ളത്തിലോ ഒക്കെ ഇട്ട് വയ്ക്കുമ്പോഴേക്കും എളുപ്പമാണെന്നൊക്കെ പറയും, പക്ഷേ രുചി ഉണ്ടാകത്തില്ല മീനിന്. അപ്പം ഇതെല്ലാം ഭാഗവും നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കുക. കണ്ട് ഇപ്പോഴും വെളുത്തെന്നാണ് പറഞ്ഞത് കണ്ടോ? അതിൻ്റെ ഉളുമ്പാണേ. ഇപ്പം അമ്മ ഒരൊറ്റ ഉരച്ചിട്ടുള്ളൂ. ഇത്രയും നേരം ഉരച്ചിട്ടാണ് അത്രയും ഭംഗിയാക്കി നമുക്ക് കിട്ടുന്നത്. കണ്ടോ? ചെകിളപ്പൂ ചെത്തിയൊക്കെ ഷേപ്പ് കണ്ടോ? അപ്പോൾ ഇനി ഞാൻ ഉരച്ച് കാണിക്കാം. ഇത് കണ്ട ഇതുപോലെ നല്ല ജില്ല് നമ്മൾ ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ക്ലീനായി കിട്ടും. ഓരോ ഭാഗം നോക്കി ഉരച്ച് വെള്ളം ഉണ്ടാകണം. വെള്ളം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കല്ലിൽ അല്പം വെള്ളം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉരച്ച് കണ്ടോ? ഓരോന്നോ വ്യത്യാസം കണ്ടോ? 2 സൈഡ് നമ്മൾ വ്യത്യാസം കണ്ടോ? അത് 2 നമ്മൾ ഉരച്ച് ക്ലീനാക്കി നല്ല പളുങ്ക് പോലെ തിളങ്ങുന്ന മീനാക്കി നമുക്ക് മാറ്റണം. നമ്മൾ കരിമീനൊക്കെ ഇങ്ങനെ കരിമീൻ സിലോപ്പിയൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉളുമ്പ് ഉരച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയും മീനെ ഉരച്ച് ഒളിപ്പിക്കണം എന്നൊക്കെ പറയും. എല്ലാ നാട്ടിലേക്കും ഭാഷ ഉണ്ടാവണമെന്നില്ല, ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചില ആൾക്കാരായിരിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഉരയ്ക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ചട്ടിക്കകത്തേക്ക് മീനങ്ങോട്ട് ഇടുക, കല്ലുപ്പിടുക, നന്നായിട്ടങ്ങ് തേച്ച് ഉരച്ചങ്ങ് കഴുകി എടുത്തു കഴിഞ്ഞാൽ പളപളാന്നങ്ങ് മിന്നും. അതൊക്കെ പഴയ കാർന്നോത്തിമാരൊക്കെ വീട്ടിലുണ്ടെങ്കിലേ അവർ ചെയ്യുന്നത് കണ്ടാൽ മതി. ചട്ടിക്കകത്ത് നമ്മുടെ മൺചട്ടിക്കകത്ത് മീനും ഇട്ട് പരലുപ്പ് കൂടി ഇട്ട്
2-3 ഇങ്ങനെ വട്ടത്തിങ്ങനെ വയറ്റി ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഇതേ ഉളുമ്പ് വെള്ളം ആ ചട്ടിക്കകത്തോട്ടായിട്ട് ആ ഉളുമ്പ് മുഴുവൻ കഴുകി വരെ നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ ഓരോ ഭാഗം നമ്മൾ തേച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ? ഇത് കറുത്തതാണ്, മറ്റേ വെളുത്തതാണ്. കണ്ടോ? ഉരച്ചപ്പോൾ വെളുത്തു. അങ്ങനെ 5 കുരി നമ്മൾ വൃത്തിയാക്കി. കണ്ടോ? ഇനി നമുക്കിതിനെ ബാക്കി അനുസാരികൾ എടുത്ത് വയ്ക്കാം. ഒരു സവാള, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എരിവിനുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ച് കൂട്ടി വെച്ചു. ഇനി കുടംപുളി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കാം. ഞാൻ കുടംപുളി വെള്ളമാണ് എടുക്കുന്നത്. മറ്റടുപ്പിലേക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പുറകെ ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകും ഉലുവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണ തിളച്ച് കടുകും ഉലുവയും മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, സവാളയായി. പച്ചമുളക് ഒന്ന് കീറിയിടാം. ഞാൻ അത് മുറിക്കാതെ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പച്ചമുളക് മുറിച്ചെടുത്ത് പച്ചമുളക് ഒരു 5-6 നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. നമ്മുടെ കുടംപുളി വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ആയതുകൊണ്ട് സവാള വഴന്ന് വെള്ളം വറ്റണം കേട്ടോ, അല്ലെങ്കിൽ മധുരിക്കും എന്നൊക്കെ പറയത്തില്ലേ. സവാള വന്നിട്ട് വഴന്നിട്ട് വേണം ബാക്കി പൊടികൾ നമുക്ക് ചേർത്തെടുക്കാം. പൊടികൾ ചേർക്കുന്നത് നമുക്ക് മുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എൻ്റെ പുറകെ നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉലുവാപ്പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്തില്ലേ, ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പൊടികളുടെ പച്ച ചുവയൊക്കെ മാറി നമുക്ക് മൺചട്ടിയിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മീൻകറിയൊക്കെ മൺചട്ടിയിലാണ്. ഇതിപ്പോൾ എനിക്കപ്പം ഒരു മീൻകറി കൂടി ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ആ ചട്ടി ഞാൻ അങ്ങോട്ട് മീൻ വെട്ടാൻ കൊടുത്തുപോയി. അതുകൊണ്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കൂരി മുഴുവനായിട്ട് കിടക്കാൻ വേണ്ടേ, അപ്പോൾ നമ്മൾ അതിലേക്ക് കുടംപുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുടംപുളി വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിക്കകത്തേക്ക് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ആ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഈ ഗ്രേവി ലൂസാക്കുന്നത്. അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് ഈ സമയത്തുണ്ടല്ലോ നമ്മളുടെ കൂരിയില്ലേ അതിൻ്റെ വയറ് കീറി കുടലൊക്കെ മാറ്റി നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം ഞാനിവിടെ ചാറ് ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ അവിടെ അതിൻ്റെ വയറ് കീറി വൃത്തിയാക്കുന്നു. ഇതപ്പോൾ ഒരു മുട്ട കിട്ടി, ആ മുട്ടയും കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് കൂരിയുടെ മുട്ട. മഞ്ഞ ബബിൾസ് ഉണ്ടയായിട്ടുള്ളതാണ് കൂരിയുടെ മുട്ട. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാറ് അല്ലെങ്കിൽ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ ഓരോന്നും പെറുക്കി എടുക്കാം. മീനപ്പോൾ ആ വയറ് കീറി കുടൽ കളഞ്ഞു ഒന്ന് വരഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല മുളകും പുളിയൊക്കെ എളുപ്പം പിടിക്കാനായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മീൻ നമ്മൾ നിരത്തിയിട്ടു. ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് മിച്ചമുള്ള കുടംപുളി വെള്ളമില്ലേ, ഇപ്പോൾ ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ഉപ്പ് നോക്കിയിട്ട് പുളി നോക്കിയിട്ട് ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂരി ഇതേപോലെ അയിലയും മറ്റൊക്കെ ചെയ്യാം കേട്ടോ. മുളകിട്ട് കറി വയ്ക്കത്തില്ലേ,
കപ്പയ്ക്ക് നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്ക് കൂട്ടാൻ അയിലയും കേരയോ അതുപോലെ വറ്റയോ മങ്കടയൊക്കെ അതുപോലെ മുളകും പുളിട്ടൊക്കെ വെച്ചാൽ നല്ലത് തന്നെയാണ്. പുളിച്ച് മുമ്പ് ഇട്ട് ഉപ്പും പുളിയൊക്കെ മുമ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ തിളച്ച് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എളുപ്പം, ചോദിക്കേണ്ട അവസ്ഥ തിരിഞ്ഞ് കിടന്ന് കഴിഞ്ഞു ഇത് കണ്ടോ. അപ്പോൾ എല്ലാ മീനും ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എപ്പോഴും തിരിച്ച് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഗ്രേവി കുറച്ചിട്ടെടുത്തതുകൊണ്ട് ഞാനത് ഒന്ന് മറിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. മൂടി വെച്ച് വേകുമ്പോൾ വേവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനെ ഇവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്കൊന്ന് പറ്റി കെട്ടിക്കഴിഞ്ഞാൽ മതി. പറ്റി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് വെന്തോട്ടെ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്, പറ്റിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമോ ചുറ്റിച്ച് കൊടുക്കാമെന്ന് പറയത്തില്ലേ, അറിയാമോ എന്തെന്ന്? നമ്മുടെ പഴയ അമ്മമാർ പറയുന്നതാണ് മീൻ കറി ചുറ്റിച്ചേക്കാൻ പറയും. അത് മൺചട്ടിയിൽ വയ്ക്കുന്ന മീൻ കറി മറ്റു കറികളൊക്കെ ഒന്ന് എടി ആ മീനും ചുറ്റിച്ചേക്കൂ എന്ന് പറയും. എന്താണെന്ന് സംഭവം അറിയോ? മൺചട്ടിയുടെ രണ്ട് വശവും പിടിക്കുക. നമ്മുടെ കൈക്കൽ തുണിയില്ലേ, തോർത്തോ ടവലോ എന്തെങ്കിലും ഉണ്ട്, രണ്ട് വശവും പിടിക്കുക. എന്നിട്ടുണ്ടല്ലോ മീൻ തിളച്ചോട്ടെ, ഞാൻ പറയാം. പിടിച്ചാ ഇതുപോലെ ചുഴറ്റി അങ്ങ് കറക്കിയെടുക്കുക. ഇതിനാണ് മീൻ ചുറ്റിക്കുക എന്നുള്ളത്. ഇതാകുമ്പോൾ മീൻ പൊടിഞ്ഞു പോകത്തില്ല, മീനിൻ്റെ ചുവട്ടിൽ പിടിക്കത്തില്ല. ഇതിനാണ് മീൻ ചുറ്റിക്കുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പം മീൻ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അല്പം ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് പുളിയൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി ചുറ്റിച്ച് വെച്ചു. കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മീൻ കറി റെഡി. അപ്പം കുറച്ച് നമ്മൾ ചുറ്റി നോക്കുന്നത് കണ്ടോ, അടി പിടിക്കാതെ ഇളക്കി നമ്മൾ കുറച്ചുകൂടി കൂടി വറ്റിച്ചെടുക്കുക. എത്രത്തോളം വറ്റുന്ന അത്രത്തോളം ടേസ്റ്റ് ആവുകയും ചെയ്യും. ഇനി പച്ച വെളിച്ചെണ്ണ ചേർക്കാം. അതുപോലെ തന്നെ 2 കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.